റിപ്പോർട്ടർ ഈവനിംഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മെയ് 4-ന് വിധി വരാനിരിക്കെ 9 സിറ്റിംഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ LDFന് ആശങ്ക. നേമത്ത് വി ശിവൻകുട്ടി നേരിട്ടത് കടുത്ത മത്സരമാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ആറന്മുളയിൽ വീണ ജോർജിന്റെ വിജയത്തിന്റെ കാര്യത്തിലും പാർട്ടിക്ക് ഉറപ്പില്ല. കളമശ്ശേരിയിൽ പി രാജീവ് നേരിട്ടത് കടുത്ത മത്സരമെന്നാണ് വിലയിരുത്തൽ. മാനന്തവാടിയിൽ OR കേളുവിന്റെ കാര്യത്തിലും ആശങ്കയുണ്ട്. ഘടകകക്ഷി മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, KB ഗണേഷ് കുമാർ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരും കടുത്ത മത്സരം നേരിട്ടതായാണ് CPIM വിലയിരുത്തൽ. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ് റഷീദ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ? 9 മന്ത്രിമാർ ജയിക്കുമോ എന്ന കാര്യത്തിൽ CPIMന് ഉറപ്പില്ല എന്നതാണോ? എന്താണ് കണക്കുകൂട്ടലുകൾ? വിനിത, തെരഞ്ഞെടുപ്പിന് ശേഷം വിവിധ മണ്ഡലം കമ്മിറ്റികൾ വഴി എടുത്ത കണക്ക് വിശദമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് പല മന്ത്രിമാരുടെ കാര്യത്തിലും വിജയത്തിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല എന്ന വിലയിരുത്തലിലേക്ക് CPIM പോയത്. അതിൽ 9 മന്ത്രിമാരാണ് ടൈറ്റ് ഫൈറ്റ് നേരിടേണ്ടി വന്നവരുടെ പട്ടികയിലുള്ളത്. ഇതിൽ 6 പേരും CPIMന്റെ പ്രതിനിധികളാണ്. നേമത്ത് വി ശിവൻകുട്ടി കടുത്ത മത്സരമാണ് BJPയിൽ നിന്ന് നേരിട്ടത് എന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. ഒപ്പം ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അബിൻ വർക്കിയിൽ നിന്ന് ശക്തമായ മത്സരം നേരിട്ടു. കളമശ്ശേരിയിൽ പി രാജീവ്, തൃത്താലയിൽ MB രാജേഷ്, മാനന്തവാടിയിൽ OR കേളു അടക്കമുള്ള CPIM മന്ത്രിമാരാണ് കടുത്ത മത്സരം നേരിട്ടവരായി പാർട്ടി കണക്കുകൂട്ടുന്നത്. ഘടകകക്ഷികളിൽ പത്തനാപുരത്ത് KB ഗണേഷ് കുമാറും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കടുത്ത മത്സരം തന്നെ നേരിട്ടു. ഇതിൽ ഈ പറഞ്ഞ ലിസ്റ്റിൽ ചില സീറ്റുകളിൽ ഇപ്പോൾ കണ്ണൂരൊക്കെ CPIM വിജയിക്കുന്ന ശതമാനം നോക്കുമ്പോൾ വളരെ സാധ്യത കുറവ് എന്ന ലിസ്റ്റിലാണുള്ളത്. ഒപ്പം താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറിയ കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാന്റെ കാര്യവും പരിഗണനയിലാണ് എന്ന തരത്തിലാണ് പാർട്ടി വിലയിരുത്തലുള്ളത്. CPIയുടെ 4 മന്ത്രിമാരും വിജയിക്കും എന്ന കണക്കുകൂട്ടലാണ് CPIM ഉള്ളത്. ഇനി ഒരാഴ്ച മാത്രമാണ് വോട്ടെണ്ണാനുള്ളത്. വോട്ടെണ്ണുന്നതിന് തൊട്ടു മുമ്പ് ഓരോ പാർട്ടികളും അവരുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നു. ആ പ്രതീക്ഷ ഇങ്ങനെ 9 മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു സംശയം പറയുന്നുണ്ടെങ്കിൽ പോലും 72 മുതൽ 80 സീറ്റുകൾ വരെ നേടി അധികാരത്തിലെത്താൻ കഴിയുമെന്നും ഈ കണക്കുകൾ ഈ പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. ആ കണക്കുകളിൽ, അതായത് ഭരണ തുടർച്ച കിട്ടും എന്ന കണക്കിൽ തന്നെയാണ് 9 മന്ത്രിമാർ ശക്തമായ മത്സരം നേരിട്ടു എന്ന വിലയിരുത്തലിൽ CPIM എത്തിയിട്ടുള്ളത്. വിനിത, റഹീസ് റഷീദാണ് ചേരുന്നത്. നേമത്തുൾപ്പെടെ കടുത്ത മത്സരം ഉണ്ടായി. ആറന്മുളയിൽ വീണ ജോർജിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. അങ്ങനെ 9 മന്ത്രിമാർ കടുത്ത മത്സരം നേരിട്ടു. നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആയിരുന്നു. അതിൽ ജയിച്ചു കയറുമോ എന്ന ആശങ്കയുണ്ട് എന്നതാണ്. പക്ഷേ ഭരണ തുടർച്ച ഉണ്ടാകും എന്നതാണ് വിലയിരുത്തലായി വരുന്നത്. LDFന്റെ, പ്രത്യേകിച്ച് CPIMന്റെ കണക്ക് കൂട്ടലാണ് റഹീസ് റഷീദ് അവതരിപ്പിച്ചത്.